ചേറ്റൂരിന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി കോൺഗ്രസ് പറളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പുഷ്പാർച്ചന. പാലക്കാട് DCCയിൽ ചേറ്റൂർ ജന്മദിന അനുസ്മരണ ചടങ്ങ് നടക്കും. BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ചേറ്റൂർ അനുസ്മരണ പരിപാടി കോട്ട മൈതാനത്ത് നടക്കും. വിവരങ്ങളുമായി അജിത് ബാബുവാണ് പാലക്കാട് നിന്ന് ചേരുന്നത്. അജിത്, ഈ ചേറ്റൂരിന്റെ പരിപാടികളിലെല്ലാം ഒരു കോൺഗ്രസ് BJP വടംവലി അവിടെ കാണാൻ പറ്റും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജന്മദിനമാണോ? എന്താണ് ഇപ്പോൾ ഈ പുഷ്പാർച്ചനയുടെ പ്രാധാന്യം എന്താണ്? ചേറ്റൂരിൻ്റെ ജന്മദിനത്തിൻ്റെ അനുസ്മരണ പരിപാടികളുമായി ബന്ധപ്പെട്ടാണ് BJPയും കോൺഗ്രസും രണ്ട് വിഭാഗങ്ങളും ഇത്തരത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കേണ്ട സാഹചര്യമുണ്ടായത്. കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ സ്മൃതി കുടീരത്തിൽ ഇത്തരത്തിൽ പുഷ്പാർച്ചന നടത്തി. അതുപോലെ തന്നെ DCCയിൽ അദ്ദേഹത്തിൻ്റെ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് അത് VK ശ്രീകണ്ഠൻ MP ആണ് ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ നമ്മളിപ്പോൾ അഞ്ചുവിളക്കിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ BJPയുടെ പരിപാടിയാണ്. ചേറ്റൂരിൻ്റെ പുഷ്പാർച്ചന ഇപ്പോൾ പൂർത്തിയായതേ ഉള്ളൂ. ഇത്തരത്തിൽ ഈ രണ്ട് വിഭാഗങ്ങളും കഴിഞ്ഞ കുറേ കാലങ്ങളായി ചേറ്റൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സജീവമായി ഉയർത്തുന്ന സാഹചര്യം നമുക്കറിയാം. പ്രത്യേകിച്ചും ഇന്ത്യയിലെ വളരെ സമഗ്രമായ സംഭാവനകൾ നൽകിയ ഒരാളാണ് ചേറ്റൂർ എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ രാഷ്ട്രീയ വിവാദങ്ങളുടെ തുടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിൽ ചേറ്റൂർ ശങ്കരൻ നായരുടെ സംഭാവനകളെക്കുറിച്ച് പറഞ്ഞതിന് പിന്നാലെയാണ് പാലക്കാട് BJPയും കോൺഗ്രസും ചേറ്റൂരിൽ അവകാശവാദം ഉന്നയിക്കുകയും ഇത്തരത്തിൽ പറയുകയും ചെയ്തത്. ഇതിൽ കോൺഗ്രസ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ചേറ്റൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തങ്ങൾക്ക് പറയാൻ ഒരു ദേശീയ നേതാവില്ലാത്തത് കൊണ്ടാണ്, സ്വാതന്ത്ര്യ സമര നേതാവില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ BJP ഇത്തരത്തിൽ തങ്ങളുടെ ആളുകളെ തിരഞ്ഞെടുക്കുന്നതെന്നുൾപ്പെടെയുള്ള വിമർശനങ്ങളാണ് അല്പം മുമ്പ് VK ശ്രീകണ്ഠൻ MP ഉൾപ്പെടെ പറഞ്ഞത്. അവരുടെ കൂടെയുള്ള ആളുകളൊക്കെ മാപ്പെഴുതി കൊടുത്ത ആളുകളാണെന്നുൾപ്പെടെയുള്ള വിമർശനങ്ങളും VK ശ്രീകണ്ഠൻ പറയുകയുണ്ടായി. ഇപ്പോൾ ഇവിടെ BJPയുടെ പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അത്തരത്തിൽ ചേറ്റൂരുമായി ബന്ധപ്പെട്ട് നിരവധിയായ വിവാദങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. മുമ്പറിയാം, സജീവമായി വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് രണ്ടുപേരും 1 മണിക്കൂറിന് ഇടവേളയിൽ മങ്കരയിലെ ശവകുടീരത്തിൽ അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് നേരത്തെ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൻ്റെ ഓർമ്മകൾ അനുസ്മരിക്കുന്ന ഘട്ടത്തിലും BJPയും കോൺഗ്രസും പാലക്കാട് ചേറ്റൂർ അനുസ്മരണം നടത്തുന്നത്. ലക്ഷ്മി പത്മ. അജിത് ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ചേറ്റൂരിന്റെ പരിപാടികളിൽ എല്ലായ്പ്പോഴും കാണുന്ന വടംവലി ഇപ്പോഴും കാണുന്നു.